മരിയഭക്തിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രത്യേകതകളുള്ള ഒരു ദേവാലയത്തിൻ്റെ മുൻപിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വിശുദ്ധ ലൂക്ക വരച്ചു എന്ന് കരുതപ്പെടുന്ന നിത്യസഹായ മാതാവിൻ്റെ ആ ഒറിജിനൽ ഐക്കൺ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൻ്റെ മുൻപിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ നാമധേയത്തിലാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. റോമിലെ മേരി മേജർ ബസിലിക്ക, ഒപ്പം തന്നെ ലാറ്ററൻ ബസിലിക്ക എന്നിവയുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി കേരളത്തിൽ വളരെ ഒരു പ്രചാരണം ലഭിച്ച ഒരു മരിയഭക്തി തന്നെയാണ്. റിഡംറ്ററിസ്റ്റ് വൈദികരുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിത്യസഹായ മാതാവിൻ്റെ ആ ഒരു അത്ഭുത ചിത്രം, ആ ഒരു ഐക്കൺ, ഒറിജിനൽ ഐക്കൺ, വിശുദ്ധ ലൂക്ക വരച്ച ഒരു ഒറിജിനൽ ഐക്കൺ, ഒപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ നമുക്ക് കാണാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെതായി എണ്ണമറ്റ ചിത്രങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വണങ്ങപ്പെടുന്നുണ്ട്. അവയിൽ പലതും ഭൂരിപക്ഷത്തിനും അപരിചിതമാണ്. എന്നാൽ എല്ലാ മരിയ ഭക്തർക്കും ഒന്നുപോലെ സുപരിചിതമായ മരിയൻ ചിത്രമാണ് നിത്യസഹായ മാതാവിൻ്റേത്. സുവിശേഷകനായ വിശുദ്ധ ലൂക്ക സിയോൻ മലയിൽ താമസിച്ചിരുന്ന കാലത്താണ് ഈ ചിത്രം വരച്ചത്. ഈശോയുടെ ബാല്യകാല സംഭവവുമായി ബന്ധപ്പെട്ടാണ് ചിത്രത്തിന്റെ പിറവി. കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗബ്രിയേൽ മാലാഖയും മിഖായേൽ മാലാഖയും ഉണ്ണീശോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും മിഖായേൽ മാലാഖയുടെ കയ്യിൽ പീഡാനുഭവ സമയത്ത് ഈശോയുടെ പാർശ്വം കുത്തിത്തുറക്കാനുള്ള കുന്തവും ഗബ്രിയേൽ മാലാഖയുടെ പക്കൽ കുരിശും ഉണ്ടായിരുന്നുവെന്നും അത് കണ്ട് ഉണ്ണീശോ അത്യധികം ഭയപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് ഓടിയെന്നും ഓടി വന്നതിനിടയ്ക്ക് ഉണ്ണീശോയുടെ കാലിലെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി എന്നുമാണ് പാരമ്പര്യം. അതുകൊണ്ട് ചിത്രത്തിൽ 4 രൂപങ്ങളുണ്ട്: പരിശുദ്ധ അമ്മയുടേത്, ഉണ്ണിയേശുവിൻ്റേത്, 2 മാലാഖമാരുടേത്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ് മാതാവിന്റെ ഈ ചിത്രം ക്രീറ്റിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുവന്നത്. ഒരു വ്യാപാരി ആ ചിത്രം മോഷ്ടിച്ചു കൊണ്ടുവരികയായിരുന്നു. തന്റെ മരണശേഷം ചിത്രം പൊതുവണക്കത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് അയാൾ ഭാര്യയോട് പറഞ്ഞിരുന്നുവെങ്കിലും ഭാര്യ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് അവരുടെ കിടപ്പുമുറിയിലാണ് മാതാവിന്റെ ചിത്രം സ്ഥാപിക്കപ്പെട്ടത്. തുടർന്ന് മാതാവ് പല തവണ ആ സ്ത്രീക്കും കൊച്ചുമകൾക്കും പ്രത്യക്ഷപ്പെടുകയും പൊതുജന വണക്കത്തിനായി ചിത്രം അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മാതാവ് തന്നെയാണ് ആ ചിത്രത്തിന് നിത്യസഹായ മാതാവ് എന്ന പേര് നൽകിയത്. സെയിന്റ് മേരീസ് മേജർ ബസിലിക്കയുടെയും സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയുടെയും മധ്യേ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ദേവാലയത്തിൽ ഒടുവിൽ നിത്യസഹായ മാതാവിന്റെ ചിത്രം സ്ഥാപിച്ചു. ഏറെ വർഷങ്ങളോളം ഈ ദേവാലയത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പടയോട്ടക്കാലത്ത് റോമിലെ 30-ലധികം ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ മത്തായി ശ്ലീഹായുടെ ദേവാലയവും. മാതാവിന്റെ ചിത്രം നശിപ്പിക്കപ്പെട്ടു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ പക്കൽ ചിത്രം സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം അഗസ്റ്റീനിയൻ വൈദികനായ അഗസ്റ്റിൻ ഓർസെറ്റയ്ക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അദ്ദേഹം ഈ രഹസ്യം മൈക്കൽ മാർച്ചി എന്ന അൾത്താര ബാലനുമായി പങ്കുവച്ചിരുന്നു. ഈ ബാലൻ പിന്നീട് ഒരു റിഡംറ്ററിസ്റ്റ് അഥവാ ദിവ്യരക്ഷക സഭ വൈദികനായി. 70ഓളം വർഷങ്ങൾ കടന്നുപോയി. ഇക്കാലത്തിനിടയിൽ റിഡംറ്ററിസ്റ്റ് വൈദികർ മത്തായി ശ്ലീഹായുടെ തകർക്കപ്പെട്ട ദേവാലയം നിലനിന്നിരുന്ന സ്ഥലം വാങ്ങുകയും അവിടെ ജനറലേറ്റ് ആരംഭിക്കുകയും ചെയ്തു. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ നാമത്തിൽ അവർ ഒരു ദേവാലയവും പണിതു. റിഡംറ്ററിസ്റ്റ് വൈദികരുടെ ഒരു സായാഹ്ന സംഭാഷണത്തിൽ മത്തായി ശ്ലീഹായുടെ ദേവാലയവും അതിലുണ്ടായിരുന്ന നിത്യസഹായ മാതാവിന്റെ ചിത്രവും പരാമർശ വിഷയമായി. ഈ സമയം തന്നെയാണ് ഫാദർ മൈക്കൽ മാർച്ചി കടന്നുവന്നത്. മാതാവിന്റെ ചിത്രത്തെക്കുറിച്ച് ഫാദർ അഗസ്റ്റിൻ തന്നോട് പറഞ്ഞതെല്ലാം അദ്ദേഹം പങ്കുവച്ചു. തുടർന്ന് 9-ാം പിയൂസ് മാർപ്പാപ്പയെ ഇക്കാര്യമെല്ലാം ബോധിപ്പിക്കുകയും മാർപ്പാപ്പ വഴി അഗസ്റ്റീനിയൻ വൈദികരിൽ നിന്ന് നിത്യസഹായ മാതാവിന്റെ ചിത്രം ദിവ്യരക്ഷക സഭയ്ക്ക് കൈമാറുകയും ചെയ്തു. 1966 ഏപ്രിൽ 26-ന് മാതാവിന്റെ ചിത്രം വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവന്ന് പ്രധാന അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. റിഡംറ്ററിസ്റ്റ് വൈദികരുടെ പരിശ്രമഫലമായി നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി വ്യാപകമായി. യഥാർത്ഥത്തിൽ നിത്യസഹായ മാതാവിന്റെ പടം കേവലം ഒരു ചിത്രമല്ല, ഐക്കൺ കൂടിയാണ്. ഐക്കണും സാധാരണ ചിത്രവും തമ്മിലുള്ള വ്യത്യാസം, ചിത്രം ബാഹ്യമായ ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഐക്കൺ ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്നു എന്നതാണ്. കാവ്യാത്മകവും ധ്യാനാത്മകവുമായ കവിത പോലെയും ഓരോ വരികളുമെടുത്ത് വ്യാഖ്യാനിക്കാവുന്ന വിധത്തിലുള്ള മഹത്തായ കാവ്യമായും ഒന്നുപോലെ അനുഭവപ്പെടുന്നതാണ് നിത്യസഹായ മാതാവിന്റെ ചിത്രം.
മാതാവിന്റെ ശിരസ്സിൽ കാണുന്ന നക്ഷത്രം അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് യഥാർത്ഥ പ്രകാശമായ യേശുവിനെ നൽകിയ മാതാവിനെ സൂചിപ്പിക്കുന്നു. മാതാവ് നാം ഓരോരുത്തരെയും സുരക്ഷിതമായി സ്വർഗത്തിലെത്തിക്കുമെന്ന പ്രതീക്ഷയുടെ സൂചകമാണ് ഈ നക്ഷത്രം. മാതാവിന്റെ ധ്യാനാത്മകതയെ സൂചിപ്പിക്കാൻ അമ്മയുടെ വായ് വളരെ ചെറുതായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ കന്യകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അമ്മയുടെ ചുവപ്പ് വസ്ത്രം. കടും നീല നിറത്തിലുള്ള വസ്ത്രമാകട്ടെ മാതാവ് അമ്മ കൂടിയാണ് എന്നും. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സ്വർണ്ണ നിറം സ്വർഗത്തെ ദ്യോതിപ്പിക്കുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഉണ്ണീശോയുടെ കരങ്ങൾ അമ്മയുടെ വലത് കരത്തിലാണെന്ന് കാണാൻ കഴിയും. ലോകത്തിന്റെ രക്ഷ മാതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ മാതാവിന്റെ ഇടത് കരത്തിലാണ് ഉണ്ണീശോ ഇരിക്കുന്നത്. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും മാതാവ് കാത്തു പരിപാലിക്കുമെന്നാണ് ഇവിടെ സൂചിതമാകുന്നത്. മാലാഖമാരെയും ദൈവമാതാവിനെയും യേശുക്രിസ്തുവിനെയും പരാമർശിക്കുന്നവയാണ് ചിത്രത്തിലുള്ള ഗ്രീക്ക് അക്ഷരങ്ങൾ. ജീവിതത്തിലെ സങ്കടങ്ങളിലും ആകുലതകളിലും ഭയപ്പാടുകളിലും ആശ്രയിക്കാൻ കഴിയുന്ന സങ്കേതമായ മാതാവ് എപ്പോഴും നിത്യസഹായമായി കൂടെയുണ്ടെന്ന വലിയ ആശ്വാസമാണ് നിത്യസഹായ മാതാവിന്റെ ചിത്രം ഓരോ വിശ്വാസിക്കും പകർന്നു തരുന്നത്. അതോടൊപ്പം മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിക്കുന്നവർക്ക് മാതാവിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രത്യാശയും ഈ ചിത്രം നൽകുന്നുണ്ട്. ജൂൺ 27-നാണ് നിത്യസഹായ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഷെക്കേനയുടെ എല്ലാ പ്രേക്ഷകർക്കും നിത്യസഹായ മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ.